ഹലോ. അപ്പം എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശിവാക്ഷിനെ മൂകാംബിക ദേവിയുടെ നടയിൽ എഴുത്തിനിരുത്താൻ പോണ വീഡിയോ ആണ്. അപ്പം എൻ്റെ കാസർഗോഡുള്ള വല്യമ്മയുടെ വീട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോണത്. അവിടുത്തെ ചേട്ടൻ്റെ കുട്ടിയും ശിവാക്ഷും ഒരേ പ്രായമാണ്. അപ്പോൾ അവരെ അങ്ങനെ ഒരുമിച്ച് എഴുത്തിനിരുത്താൻ പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അതായത് ഇന്ന് രാത്രി തീരുമാനിക്കുന്നു, പിറ്റേ ദിവസം ഞങ്ങൾ കാസർഗോഡ്ക്ക് പുറപ്പെടുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളെല്ലാവരും കൂടി ട്രാവലറിൽ മൂകാംബിക ദേവിയുടെ നടയിലെത്തുന്നു. അപ്പോൾ ഈ ട്രാവലിങ്ങും ഫുഡിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ശരിയാവാണ്ടാ തോന്നുന്നു. ഉറക്കവും ഒട്ടും ശരിയായിരുന്നില്ലല്ലോ. ശിവാക്ഷ് ട്രാവലറിൽ ഭയങ്കര ഛർദിയായിരുന്നു. അപ്പം തന്നെ എനിക്ക് ടെൻഷൻ കയറി. കാരണം അവൻ ടയേർഡാകുമ്പോൾ കുട്ടികളല്ലേ വാശി പിടിക്കും, എഴുതിനിരുത്താൻ സമ്മതിക്കൂ, കരയൂ, അങ്ങനെ ഓരോ ടെൻഷൻ. എനിക്കാണെങ്കിൽ ടെൻഷൻ അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ടെൻഷൻ കയറും നമുക്ക് പെട്ടെന്ന്. അങ്ങനെയുള്ള ഓവർ ചിന്തകളൊക്കെ ആയിരുന്നു എനിക്ക്. പക്ഷെ അവന് ഒരു കുഴപ്പമുണ്ടായില്ല. ഇതാ പുതിയ മുണ്ടൊക്കെ ചുറ്റി ആൾ നല്ല ഉഷാറിൽ തന്നെയാണ് ഇരിക്കുന്നത് അവൻ്റെ അച്ഛൻ്റെ മടിയിൽ. അപ്പോൾ നമ്മൾ ദേവീനെ തൊഴുതിന് ശേഷമാണ് എഴുത്തിനിരുത്താനായിട്ട് ഇരുന്നത്. തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതായത് വെക്കേഷൻ സമയമായിരുന്നില്ല, ജൂലൈയിലായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ, അതായത് കഴിഞ്ഞ കൊല്ലം ജൂലൈയിൽ, ഇപ്പോൾ ഒരു കൊല്ലമായി. അപ്പോൾ ഇതാ അവൻ്റെ നാക്കത്ത് ആദ്യം സ്വർണം കൊണ്ട് എഴുതിക്കുകയാണ്. അതായത് ഫസ്റ്റ് എന്തെങ്കിലും നമ്മുടെ സ്വർണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ മോതിരോ മാലയുടേതോ എന്തെങ്കിലും ഒരു ലോക്കറ്റ് എന്തെങ്കിലും മതി, എന്തെങ്കിലും ഒരു സ്വർണ്ണത്തിൻ്റെ പൊട്ടുകൊണ്ട് നമ്മൾ നാക്കത്ത് എന്തോ എഴുതിക്കണം. എന്തോ എഴുതിച്ചെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതിനൊക്കെ ആൾ നല്ല രീതിയിൽ, അപ്പോൾ ഞങ്ങൾ ചിരിക്കുന്നുണ്ടാവും, നല്ലോണം നാക്ക് പുറത്തേക്ക് നീട്ടി. അപ്പോൾ നല്ല ഇതിൽ എഴുതിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ അവിടുത്തെ തിരുമേനി ദേവിയുടെ കുങ്കുമം കുട്ടികളുടെ നിറയിൽ ചാർത്തി കൊടുക്കുകയാണ്. നല്ല തിരുമേനിയായിരുന്നു കേട്ടോ. അതായത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിർത്തി ഒരു തിക്കോ തിരക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ലാണ്ട് സാവധാനം നല്ല കാമായിട്ടാണ് ആൾ പറഞ്ഞു തന്നിരുന്നത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അവിടുത്തെ ഭാഷ നമുക്കിപ്പോൾ മനസ്സിലാവും. അതായത് ഇപ്പോൾ ഹരിശ്രീ ഗണപതായ നമ്മയുടെ കൂടെ ചിലപ്പോൾ ആൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും അതൊക്കെ വെറുതെ ആയിരുന്നു. നല്ല രീതിയിൽ ആൾ പറഞ്ഞു തന്നു. നല്ല റിലാക്സായിട്ട് അങ്ങനെ നല്ല രീതിക്ക് തന്നെ അവനെ എഴുത്തിനിരുത്താൻ പറ്റി. ദേവിയുടെ അനുഗ്രഹം കിട്ടി. നമ്മൾ പ്രതീക്ഷിച്ചില്ല അങ്ങനെ അവിടെ എഴുത്തിനിരുത്താൻ പറ്റുന്ന. ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും നടക്കില്ലയോ അങ്ങനെ ഒന്നും കരുതിയില്ല. എന്തായാലും അതിന് പറ്റി. അത് തന്നെ ഭാഗ്യം. ഞാൻ ഇതിൽ മുന്നേ ഒരു തവണ പോയിട്ടുള്ളത് ശിവാക്ഷിന് 1 വയസ്സുള്ളപ്പോൾ, അതും ഇതേപോലെ പ്രതീക്ഷിക്കാണ്ട്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് മൂകാംബിക ദേവിയുടെ നടയിലേക്ക് പോണത്, ആ അമ്പലം കാണുന്നതൊക്കെ. അപ്പം അന്നങ്ങനെ പോയപ്പോഴാണ് വല്യമ്മ അങ്ങനെ പറയുമായിരുന്നു, ഇവരെ നമുക്ക് ഒരുമിച്ച് ഇവിടെ എഴുത്തിനിരുത്താം എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ നമുക്കങ്ങനെ വിചാരിച്ചില്ല, പറ്റൂല്ലയോ എന്നറിയില്ല, ഇത്ര ദൂരമുണ്ട്. എന്തായാലും അങ്ങനെ എഴുത്തിനിരുത്താൻ പറ്റിയതാ. അവനെ കൊണ്ട് എഴുതിക്കുകയാണ് മണലിൽ. അപ്പം അവൻ ഒപ്പം തിരുമേനി പറയണതിൻ്റെ ഒപ്പം അവൻ പറഞ്ഞ് ഇടയിൽ ഞാനും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവന് മനസ്സിലാവാത്തത്. അപ്പോൾ അവനത് ഉറക്കെ പറഞ്ഞു തന്നെയാണ് കേട്ടോ എഴുതിയേക്കണത്. ഞാനിതിപ്പോൾ മ്യൂട്ട് ചെയ്തേക്കണ കാരണം കേൾക്കാത്തത്. അങ്ങനെ നമ്മളിതാ ജയസൂര്യ സാറിൻ്റെ ഒപ്പം ഫോട്ടോ ഒക്കെ എടുത്തു. നടയിൽ പ്രതീക്ഷിക്കാണ്ട് കണ്ട ഒരു അതിഥിയാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ തൊഴാൻ നിൽക്കുമ്പോൾ കണ്ടു എന്നുണ്ടെങ്കിലും നമ്മൾ ഭഗവതിനെ തൊഴാൻ നിൽക്കുമ്പോൾ ഓടിപ്പോയി ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും ശരിയല്ലല്ലോ. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷമൊക്കെ ഫോട്ടോ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.